ചെറിയ പ്രായത്തിൽ തന്നെ ആൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അവർ അറിയാൻ സാധ്യതയില്ലാത്ത 10 കാര്യങ്ങളെപ്പറ്റി നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട പലരും ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണമെന്നും ഇതുപോലെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു. നല്ല റെസ്പോൺസ് തന്നെയാണ് ആ വീഡിയോക്ക് ലഭിച്ചത്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആദ്യമായിട്ട് അറിയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവ് അവരുടെ സ്കൂളിലോ കോളേജിലോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ലിറ്ററസി റേറ്റ് അഥവാ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തൊഴിലില്ലായ്മ കണക്കുകൾ വളരെയധികം ഭയപ്പെടുത്തുന്നതാണ്. സ്കൂളിലും കോളേജിലുമെല്ലാം നല്ല മാർക്കോടെ പഠിച്ച് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് ജോലി ലഭിക്കുന്നില്ല. ഇനി അഥവാ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതോ ആയിട്ടുള്ള ജോലിയും ആയിരിക്കില്ല. എന്നാൽ ഇനി അങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല. റീലെവൽ എന്ന പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ജോലി വെറും 15 ദിവസം കൊണ്ട് തന്നെ നേടിയെടുക്കാവുന്നതാണ്. കോളേജ് ഡിഗ്രിയോ പറയത്തക്ക എക്സ്പീരിയൻസോ ഒന്നുമില്ലാതെ തന്നെ റീലെവലിൻ്റെ സഹായത്തോടെ നമുക്കിഷ്ടമുള്ള ജോലി നേടിയെടുക്കാവുന്നതാണ്. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ബിസിനസ് അനാലിറ്റിക്സ്, ഡേറ്റാ സയൻസ്, പുതുതായി ആരംഭിച്ച ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ്, HR ജേർണലിസ്റ്റ്, ഓപ്പറേഷൻസ് അസോസിയേറ്റ് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലും താല്പര്യമുള്ളവർക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങി ഒരുപാടധികം മേഖലകളിൽ നമുക്ക് ഇന്ന് ജോലി നേടിയെടുക്കാൻ റീലെവലിൻ്റെ സഹായത്തോടെ സാധിക്കും. ഓപ്പൺ കമ്പനി, അപ്ഗ്രാഡ്, മീഷോ, ക്രെഡ്, 1mg പോലുള്ള ഇന്ത്യയിലെ തന്നെ 200ഓളം ലീഡിംഗ് കമ്പനികളിലാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. 50 ലക്ഷം രൂപയുടെ പാക്കേജ് വരെ റീലെവലിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചൊരു ഡിഗ്രി വിദ്യാഭ്യാസമോ അല്ല എങ്കിൽ പറയത്തക്ക എക്സ്പീരിയൻസോ ഇല്ലാതെ തന്നെ ഇത് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് റീലെവലിൽ സൈനപ്പ് ചെയ്തതിന് ശേഷം റീലെവലിൻ്റെ ഫ്രീ ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. തികച്ചും സൗജന്യമായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി റീലെവലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സ് മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും എല്ലാം തന്നെ അവൈലബിൾ ആണ്. എല്ലാ മാസവുമുള്ള റീലെവലിൻ്റെ തന്നെ മന്ത്ലി അച്ചീവേഴ്സ് ലീഡർ ബോർഡിൽ ഇടം നേടുകയാണെങ്കിൽ മാക്ബുക്ക്, ഐഫോൺ പോലുള്ള സമ്മാനങ്ങളും നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. വെറും 15 ദിവസം കൊണ്ട് നമ്മുടെ ഡ്രീം ജോബ് നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് റീലെവലിൻ്റെ വെബ്സൈറ്റിൽ കയറി സൈനപ്പ് ചെയ്തതിന് ശേഷം ഫ്രീ ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. വളരെ നല്ല ഒരു കമ്പനിയിൽ വളരെ നല്ലൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പേഴ്സണൽ ബോഡി ഗ്രൂമിങ്ങിനെ പറ്റിയാണ്. പൊതുവെ ആൺകുട്ടികൾ അവരുടെ ഗ്രൂമിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ സെൽഫ് കെയറിനെ പറ്റിയൊന്നും അധികം ചിന്തിക്കാതെ കൺസേൺഡ് ആവാത്ത ആളുകളാണ്. എന്നാൽ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ വെൽ ഗ്രൂംഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നമുക്ക് വളരെ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗ്രൂമിങ് ഏറ്റവും അധികം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. രണ്ടാമത്തേത് നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളൊരു വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ വിവാഹം കഴിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെ മാത്രമല്ല മറിച്ച് അവരുടെ കുടുംബത്തെയും കൂടിയാണ്. ഇതിനർത്ഥം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് അവിടെ 2 വ്യക്തികളല്ല ഒന്നിക്കുന്നത് മറിച്ച് 2 കുടുംബങ്ങളാണ് ഒന്നിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു സാധാരണ സിനിമ ഡയലോഗായി മാത്രമായിരിക്കും നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ റിയൽ ലൈഫിലും ഇത് വളരെയധികം ആപ്ലിക്കബിളാണ്. കാരണം എപ്പോഴും വിവാഹം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെയായിരിക്കും. നമ്മുടെ ജീവിത പങ്കാളിയായാലും നമ്മുടെ മക്കളായാലും എല്ലാവരും തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല എങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാടധികം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് വളരെ മോശമായി തന്നെ അവസാനിക്കുകയും ചെയ്യും. മൂന്നാമത്തേത് വളരെ ചെറിയ കാര്യങ്ങൾ പോലും നെഗറ്റീവായി എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൽ നെഗറ്റിവിറ്റി കണ്ടെത്തുക എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഡിപ്രസ്ഡ് ആവുകയും അതിനെപ്പറ്റി ഒരുപാടധികം ഓവർ തിങ്ക് ചെയ്യുകയും ചെയ്യുന്നത് വളരെയധികം സാധാരണമാണ്. എന്നാൽ ഇത് നമ്മളെ വളരെയധികം മോശമായിട്ട് മെൻ്റലിയും ഇമോഷണലിയും ബാധിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ നമ്മളുടെ ഫ്രജൈലിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുകയും ഇതുകൊണ്ട് തന്നെ
ലൈഫിൽ പോകെ നമുക്ക് ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാതെ പോവുകയും നമ്മൾ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽപ്പ് വേണം, എന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൈഫിലെ തന്നെ വളരെ മോശമായി ബാധിക്കാവുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ പോകാനും സാധ്യതയുണ്ട്. നാലാമത്തേത്, ഡോണ്ട് ഗെറ്റ് ഇംപ്രസ്ഡ്, ഓൾവേസ് ഗെറ്റ് ഇൻസ്പയർഡ്. പലപ്പോഴും നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത്, ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആ വ്യക്തിയിൽ ഇംപ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അവരുടെ ലുക്ക് കാരണമോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ തിങ്സൊക്കെ കാരണം നമുക്ക് അവരോടൊരു ഇംപ്രഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇംപ്രസ്ഡ് ആവുന്നതിന് പകരം നമ്മളെപ്പോഴും ആളുകളിൽ നിന്നും ഇൻസ്പയർഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന്, അവരൊരു ബിസിനസ്മാൻ ആണെങ്കിൽ അവരെങ്ങനെ അവരുടെ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നു, അതെത്ര സക്സസ്ഫുൾ ആയിട്ട് അവർ കൊണ്ടുപോകുന്നു, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ ആളുകളോട് പെരുമാറുന്ന, ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് അതിൽ നിന്നും ഇൻസ്പയർഡ് ആവാൻ ശ്രമിക്കുക. അല്ലാതെ അവരുടെ കയ്യിലുള്ള ഫോണോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കാറോ ഇതൊന്നും കണ്ട് അവരെ പോലെ ആവണം എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അഞ്ചാമത്തേത്, ഡോണ്ട് ട്രൈ ടു ഇംപ്രസ്, ട്രൈ ടു ബി ഇംപ്രസ്ഡ്. പലപ്പോഴും നമ്മളെക്കാൾ ഒരു പടി ഉയരത്തിലുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവരുമായിട്ട് ഒരുപാട് നേരം പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ച് അവരുടെ ഇംപ്രഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അവർ നമ്മളെക്കാൾ ഉയരത്തിലാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ഈ നിലയിൽ അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി അവരോട് നമുക്ക് വളരെ ജെനുവിനായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ആ നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് നമ്മുടെ ലൈഫിലും അവരെ പോലെ തന്നെ ഉയരത്തിലെത്താൻ നമുക്ക് സാധിക്കും. ആറാമത്തേത്, ക്രിയേറ്റ് യുവർ ഓൺ യുണീക്ക് സ്റ്റൈൽ. എല്ലാവരെയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവരുടെ യുണീക്ക് സ്റ്റൈലാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഏതെങ്കിലും ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിനെയോ ഫോളോ ചെയ്യാൻ വേണ്ടി വളരെയധികം വ്യഗ്രത കാണിക്കാറുണ്ട്. അവരെ അങ്ങനെ തന്നെ മിമിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മറന്നു പോകുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്നാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത്, അത് ഗ്രൂമിങ്ങിലായിക്കോട്ടെ, നമ്മുടെ ഫാഷനിലായിക്കോട്ടെ, നമ്മുടെ സെൻസിലായിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ വളരെ യുണീക്കായി തന്നെ മനസ്സിൽ പതിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. ഏഴാമത്തത്, നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റിയാണ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു പരിധി വിടുന്നു എന്ന തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ഇത് നിൻ്റെ ആഗ്രഹമല്ല, ഇത് നിൻ്റെ അത്യാഗ്രഹമാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾക്ക് എത്ര വലിയ അത്യാഗ്രഹമുണ്ടെങ്കിലും അത് നേടിയെടുക്കാനുള്ള ഉറച്ച മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. എന്നാൽ അങ്ങനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ മാത്രമേ അത് നമ്മുടെ ദുരാഗ്രഹമായിട്ട് കാണേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. എട്ടാമത്തേത്, ജീവിതത്തിൽ നമുക്ക് ചില ആളുകളെ പിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടും അവരെ പിരിയണം എന്നുള്ളതാണ്. ഒമ്പതാമത്തേത്, എപ്പോഴും നമ്മുടെ കയ്യിൽ പണം കരുതണം എന്നുള്ളതാണ്. ഇതിനർത്ഥം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു നിശ്ചിതമായ തുക എപ്പോഴും കരുതണം എന്നുള്ളതാണ്. എപ്പോഴാണ് എന്ത് അത്യാവശ്യമാണ് ജീവിതത്തിൽ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക എപ്പോഴും കരുതി വച്ചിരിക്കേണ്ടതുണ്ട്. പത്താമത്തേത്, എഫേർട്ട് പ്ലസ് ആറ്റിറ്റ്യൂഡ് ഫോർമുലയാണ്. പലപ്പോഴും നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ജോലി ചെയ്യുക. എന്നാൽ അതിനെയാണ് നമ്മൾ എഫേർട്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ ജോലിക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളത്തിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ എഫേർട്ട് പ്ലസ് ആറ്റിറ്റ്യൂഡ് ഫോർമുല പറയുന്നത് നമ്മൾ ജോലിയിൽ ചെയ്യുന്ന എഫേർട്ട് മാത്രമല്ല, ആ ജോലിയോട് നമ്മൾ പുലർത്തുന്ന ആറ്റിറ്റ്യൂഡും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി വളരെയധികം മനസ്സറിവോടെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുകയും നമുക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും അത് സഹായിക്കും. മാത്രമല്ല, നമ്മുടെ എംപ്ലോയീസിൻ്റെ മുന്നിലും നമ്മുടെ വർക്ക് ഔട്ട്ഷൈനായി എടുത്തു നിൽക്കുകയും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി അവർ നമ്മളെ ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരുപാടധികം സാധ്യതകളും ഈ ഒരു ഫോർമുല നമുക്ക് പറഞ്ഞു തരുന്നു. ചെറുപ്പക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അവർ അറിയാൻ സാധ്യതയില്ലാത്ത 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്ത്. പാർട്ട് 1 പോലെ തന്നെ പാർട്ട് 2യും വളരെയധികം ഉപകാരപ്രദമാവുമെന്ന്, ലൈഫിൽ തീർച്ചയായും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നും കരുതുന്നു.